നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 മെയ് മാസം 24-ാം തീയതി 1199 ആണ്ട് ഇടവ മാസം 10-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴ നക്ഷത്രം വെള്ളിയാഴ്ച ആയിട്ട് ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ്. വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ ശുക്രൻ്റെ ദിവസമാണ്. ഏറ്റവും സൗഭാഗ്യങ്ങളെ പ്രദാനം ചെയ്തു തരുന്ന ദിവസമാണ് ശുക്രവാരം, ശുക്രൻ്റെ ദിവസം. ഐശ്വര്യപ്രദമായ അവസ്ഥകൾക്ക് ഇടവരുന്ന ദിവസവും കൂടിയാണ് ശുക്രൻ്റെ ദിവസം. ഇപ്പോൾ ശുക്രൻ്റെ ദിവസം, അതേപോലെ തന്നെ ശുഭനക്ഷത്രം അനിഴം നക്ഷത്രം. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, അനിഴ നക്ഷത്രം ആയിട്ട് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കും ഒരു വർഷത്തെ ഫലത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ അനിഴ നക്ഷത്രം പൊതുവേ ഇപ്പോൾ കഷ്ടകാലം നിൽക്കുന്ന സമയമാണ്. കണ്ടകശനിയും ഒക്കെ നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നു എങ്കിൽ പോലും വെള്ളിയാഴ്ചയും ഒത്ത് വന്നിരിക്കുന്ന ഈ ദിവസം നമുക്കൊരു വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഐശ്വര്യപ്രദമായ അവസ്ഥകൾ വന്നു ചേരും എന്നുള്ളതിന് സംശയം വേണ്ട. അതിൻ്റെ സൂചന കൂടിയാണ് നമുക്ക് വന്നിരിക്കുന്ന ബർത്ത്ഡേ. അതുകൊണ്ട് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ പ്രധാനമായിട്ട് ദേവീ പ്രീതി വരുത്തി പോകണം. ഇന്നത്തെ ദിവസം ദേവീക്ഷേത്രത്തിൽ പോയി കുങ്കുമാർച്ചന, രക്തപുഷ്പാഞ്ജലി, ചുവന്ന പട്ട് വാങ്ങി ദേവിക്ക് അർപ്പിക്കുക, മുൻവിളക്ക് കത്തിക്കുക, കട്ടിപ്പായസം നടത്തുക. ഇതൊക്കെ ദോഷങ്ങളെ കുറയ്ക്കുന്നതിന് സഹായിക്കും. ദോഷ പരിഹാരത്തിന് സഹായകരമായി തീരും. അതേപോലെ നമുക്ക് ദിവസം കൊള്ളാമെന്ന് പറഞ്ഞു. നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇന്നും രാവുകാല സമയത്തിന് നമുക്ക് പ്രാധാന്യം കൊടുക്കണം. രാവുകാലം 10 തൊട്ട് 12 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 10 മണി 47 മിനിറ്റ് തൊട്ടാണ് രാവുകാലം ആരംഭിക്കണേ. 12 മണി 20 മിനിറ്റ് വരെ രാവുകാലം ഉണ്ട് താനും. അപ്പോൾ ശുഭയാത്രകൾ, ശുഭകാര്യങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ രാവുകാലം നോക്കിയിട്ട് ഇറങ്ങുന്നത് നന്നായിരിക്കും. ആകെ രാവുകാല സമയത്ത് ഇറങ്ങാതിരിക്കുക. അതുപോലെ ഗുളിക കാലവും യമകണ്ഠ കാലവും നമുക്ക് ശ്രദ്ധിക്കണം. 7 മണി 40 മിനിറ്റ് തൊട്ട് 7 മണി 40 മിനിറ്റ് തൊട്ട് 9 മണി 14 മിനിറ്റ് വരെ ഗുളിക കാലവും 3 മണി 29 മിനിറ്റ് തൊട്ട് 5 മണി 3 മിനിറ്റ് വരെ യമകണ്ഠകാലവും. ഇന്നും അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11 മണി 57 മിനിറ്റ് തൊട്ട് 12 മണി 46 മിനിറ്റ് വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്തിന് പ്രത്യേകതയുണ്ട്. അഭിജിത്ത് എന്ന് പറയുന്നത് 28ാമത്തെ നക്ഷത്രമാണ്. വളരെ 27 നക്ഷത്രത്തെയും കടത്തി വെട്ടിപ്പോകാൻ ശക്തിയുള്ള നക്ഷത്രമായതുകൊണ്ടാണ് അഭിജിത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നതിന് കാരണം. അതുകൊണ്ട് അഭിജിത്ത് മുഹൂർത്തത്തിന് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കുക. ഇന്നത്തെ ദിവസം നമുക്ക് കുറച്ചുകൂടെ ഭാഗ്യദായകമായി തീരാൻ വേണ്ടി അതാത് ദിവസങ്ങളിലെ വസ്ത്രധാരണത്തിന് ചില കളറുകൾ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. അന്ന് പ്രകൃതിക്ക് ആ ദിവസത്തിന് അനുകൂലപ്രദമായിട്ടുള്ള കളറിലുള്ള വസ്ത്രധാരണം നടത്തുന്നത് അവർക്ക് ഭാഗ്യത്തെ കൊണ്ടുവരാൻ സഹായിക്കും. ചുവന്ന കളറുമായി ബന്ധപ്പെട്ട വസ്ത്രധാരണം ചെയ്യുന്നത് വളരെ ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ നമ്മളെ വസ്ത്രധാരണത്തിൽ ചുവപ്പ് കളർ കൂടെ ചേർക്കുന്നത് ഗുണപ്രദത്തെ കൊടുക്കും.
ഇല്ലാത്തവരൊരു കർച്ചീപ്പായിട്ടെങ്കിലും കരുതുക. അല്ലാത്തവരാണെങ്കിൽ കുറിയൊക്കെ പിടിക്കുന്നവരാണെങ്കിൽ ചുവന്ന പൊട്ട് നെറ്റി തൊടുക. കുങ്കുമ തൊടുന്നവരാണെങ്കിൽ കുങ്കുമം നെറ്റി തൊടുക. ഇതൊക്കെ ഭാഗ്യത്തെ കൊണ്ടുവരാനും ഐശ്വര്യബലത്തെ പ്രദാനം ചെയ്തു തരാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.